എന്ന് പറയുന്നത് നമുക്ക് അഭിമാനം ഉയർത്തിപ്പിടിക്കാവുന്ന ഒരു വസ്തുതയല്ല. നമ്മുടെ നാടിന്റെ കായിക നേട്ടത്തിൽ കേരളത്തിലെ കായിക താരങ്ങൾ അഭിമാനകരമായ ഒരുപാട് സുവർണ സമ്മാനങ്ങൾ നമ്മുടെ നാടിന് സമ്മാനിച്ചിട്ടുണ്ട്. ആ ഗണത്തിലേക്ക് വളർന്നു വരേണ്ട ഒരു കായിക താരമാണ് ചിത്ര. വളരെ ദരിദ്രമായ ഒരു പശ്ചാത്തലത്തിൽ കൂലിപ്പണിക്കാരായ അച്ഛനമ്മമാരുടെ മകള് ഈ നാടിന്റെ സ്നേഹം കൊണ്ടാണ്, പ്രത്യേകിച്ച് അവിടുത്തെ അധ്യാപകൻ കോച്ച് സിജിൻ ഈ നാടാകെ നൽകിയ പിന്തുണയുടെ ഭാഗമായിട്ടാണ് ഈ നേട്ടങ്ങളാകെ നേടിയെടുത്തത്. അത്തരം ഒരു താഴ്ന്ന പശ്ചാത്തലത്തിൽ നിന്ന് വന്ന ഒരു കുഞ്ഞിന് നീതി നിഷേധിക്കുക ഫെഡറേഷൻ ചെയ്തത്, അത്ലറ്റിക് ഫെഡറേഷൻ ചെയ്തത്. അതിനോട് യാതൊരു തരത്തിലും സന്ധി ചെയ്യാനാവില്ല. തീർച്ചയായും കോടതി വിധി നടപ്പിലാക്കുന്ന കാര്യത്തിൽ ഞങ്ങൾ നിസ്സഹായരാണെന്ന് ഇപ്പോൾ അത്ലറ്റിക് ഫെഡറേഷന്റെ ആളുകൾ പറയുന്നുണ്ട്. സമയം കഴിഞ്ഞുപോയി എന്നാണ് അവർ പറയുന്നത്. സമയം കഴിയുന്നതിന് മുമ്പ് ഈ ലിസ്റ്റ് എന്തിനാ രഹസ്യമാക്കി വെച്ചത്? ലിസ്റ്റ് വളരെ പരമരഹസ്യമായി തയ്യാറാക്കുകയും അവസാന നിമിഷം പ്രസിദ്ധീകരിക്കുകയും ഒരു അപ്പീൽ കൊടുക്കാൻ വരെയുള്ള ന്യായമായ അവകാശം നിഷേധിക്കുകയും ചെയ്തത് ബോധപൂർവമായ ആസൂത്രണത്തിന്റെ ഭാഗമായിട്ടാണ്. ഞങ്ങൾ നേരത്തെ സൂചിപ്പിച്ചു, കേരളത്തിൽ നിന്ന് മലയാളികളായ ആളുകൾ ഇതിന്റെ സെലക്ഷൻ കമ്മിറ്റിയിലുണ്ട്, ഒബ്സർവറായിട്ടുണ്ട്. അവർ നീതി പുലർത്തിയിരുന്നെങ്കിൽ തീർച്ചയായും ചിത്രയ്ക്ക് അവസരം ലഭ്യമാകുമായിരുന്നു. ആ അവസരം നിഷേധിച്ചതിൽ അവർക്ക് പങ്കുണ്ട് എന്നിപ്പോ തെളിയുക. വ്യക്തിപരമായി ആക്ഷേപിക്കാനല്ല ഞാനിത് പറയുന്നത്. അഞ്ജു ബോബി ജോർജും PT ഉഷയും ഉൾപ്പെടുന്നവർ നമ്മുടെ നാടിന്റെ അഭിമാനം ഉയർത്തിപ്പിടിച്ച നല്ല താരങ്ങളാണ്. ലോകത്തിന്റെ മുമ്പിൽ നമ്മൾക്ക് ഉയർത്തിപ്പിടിക്കാൻ കഴിയുന്ന താരങ്ങൾ കായിക താരങ്ങളിൽപ്പെട്ടവരാണ്. പക്ഷേ ഈ ലിസ്റ്റിന്റെ രഹസ്യ സ്വഭാവം കാത്തുസൂക്ഷിക്കാൻ അവസാന നിമിഷം വരെ കാത്തിരുന്ന എന്തിനാ? സ്വാഭാവികമായും അതൊക്കെ സംശയങ്ങൾ ഉണ്ടാക്കുന്നതാണ് നാട്ടുകാരുടെ മുമ്പിൽ. തീർച്ചയായും ഞങ്ങൾ ഈ കാര്യത്തിൽ സ്റ്റേറ്റ് ഗവൺമെന്റും സ്പോർട്സ് കൌൺസിലും നാട്ടിലെ കായിക രംഗത്തെ സ്നേഹിക്കുന്ന ആളുകളെല്ലാം കേന്ദ്ര കായിക മന്ത്രിയോട് ഈ കാര്യം ആവശ്യപ്പെട്ടു. അഖിലേന്ത്യാ ഫെഡറേഷനോട് ഈ ആവശ്യം ഉന്നയിച്ചതാണ്. അവരിപ്പോ കൈമലർത്തുന്നതിൽ യാതൊരു നീതീകരണമില്ല. ഈ കുട്ടിക്ക്, കായിക താരത്തിന്, ചിത്രയ്ക്ക് നീതി ലഭിക്കണം എന്ന് കേരളവും ഇന്ത്യയും ആകെ ആഗ്രഹിക്കുന്നു. മാധ്യമ ലോകത്തിന്റെ ആകെ പിന്തുണയുണ്ട്, ഈ നാടിന്റെ ആകെ പിന്തുണയുണ്ട്. ഇതിൽ നടന്ന ഗൂഢാലോചന വെളിച്ചത്ത് വരണം. പാർശ്വവർത്തികളെയും സ്വന്തക്കാർക്കും വേണ്ടി കായിക മേഖലയിൽ ഇത്തരം കുതന്ത്രങ്ങൾ പ്രയോഗിക്കുന്നത് ഭാവിയിലെ കായിക വികസനത്തിനും തടസ്സമായി വരും. തീർച്ചയായും അത് നമ്മുടെ നാട് അനുവദിക്കാൻ പാടില്ലാത്തതാണ് സംസ്ഥാന ഗവൺമെന്റ് അഭിപ്രായം. അതുകൊണ്ടാണ് ചിത്രയുടെ കാര്യത്തിൽ ഗവൺമെന്റ് അതിശക്തിയായി ഇടപെട്ടത്. കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റും കായിക മന്ത്രി എന്നുള്ള നിലയ്ക്ക് ഞാനും എല്ലാം നിങ്ങളുടെ എല്ലാം സഹായത്തോടെയുള്ള ഇടപെടൽ നടത്തിയത് അതാണ്. കോടതി ഉൾപ്പെടെ അത് ശരിയാണെന്ന് വ്യക്തമാക്കിയിരിക്കുന്നു. ചിത്രയ്ക്ക് ഇനി അവസരത്തിന് വേൾഡ് മത്സരത്തിന് പോകാൻ കഴിയുമോ എന്ന് എനിക്ക് പറയാനാവില്ല. പക്ഷേ ഒരു നീതി നമ്മുടെ രാജ്യത്ത് ജയിച്ചിട്ടുണ്ട്. ചിത്രയോട് എനിക്ക് പറയാനുള്ളത്, ഈ നാട് ചിത്രയോടൊപ്പമുണ്ട്. ഈ നാടിന്റെ സ്നേഹം ചിത്രയോടൊപ്പമുണ്ട്. ഇനിയും വളർന്നു വരുന്നൊരു താരം എന്നുള്ള നിലയ്ക്ക് ചിത്രയ്ക്ക് അവസരങ്ങൾ നൽകാൻ ഈ നാട് കൂടെയുണ്ടാവും, സംസ്ഥാന സർക്കാരുണ്ടാവും, കായിക ലോകം ഉണ്ടാവും. അതുകൊണ്ട് അവസരങ്ങൾക്ക് വേണ്ടി ഇനിയും കഠിനമായ പരിശ്രമം തുടരുക. ഈ നാടിന്റെ സ്നേഹം ഏറ്റുവാങ്ങി നമ്മുടെ രാജ്യത്തിന്റെ നാടാകെ, നാട്ടിലെ ചില ആളുകൾ, ഭരണകർത്താക്കൾ ഉൾപ്പെടെ ഒറ്റപ്പെടുത്താൻ ശ്രമിച്ചാലും ഈ നാടിനു വേണ്ടി ഞാനുണ്ടാകും എന്ന് ചിത്ര ഉറപ്പിക്കേണ്ട നിമിഷങ്ങളാണിത്. തീർച്ചയായും ചിത്രയ്ക്ക് ആ പ്രതിബദ്ധതയുണ്ട് എന്ന് ഞാൻ കരുതുന്നു. പ്രിയപ്പെട്ട ആ കുഞ്ഞിന് വേദനിക്കുന്ന ആ മാതാപിതാക്കളോടൊപ്പം സംസ്ഥാനത്തെ ജനങ്ങളുടെ ആകെ പിന്തുണ കൂടി അറിയിക്കാൻ വേണ്ടിയാണ് ഞാനിവിടെ വന്നത്. ചിത്രയുടെ ഭാവി ജീവിതത്തിന് അത് ഏതറ്റം വരെയുള്ള പരിശീലനമായാലും, വിദേശത്തുള്ള പരിശീലനമായാലും, ഓപ്പറേഷൻ ഒളിമ്പിയ ലക്ഷ്യം വെച്ചുകൊണ്ട് ഞങ്ങളിപ്പോൾ ഒരു കർമ്മ പദ്ധതി തയ്യാറാക്കുന്നുണ്ട്. ആ കർമ്മ പദ്ധതിയിൽ ചിത്രയ്ക്ക് ആവശ്യമായ പരിശീലനം നൽകാൻ, ചിത്രയ്ക്ക് ആവശ്യമായ സ്കോളർഷിപ്പ് നൽകാൻ സംസ്ഥാന സർക്കാർ തയ്യാറാണ് എന്നുള്ള കാര്യം കൂടി ഈ നാടിനെ അറിയിക്കാൻ ഞാൻ ഈ സന്ദർഭം പറയുകയാണ്. മറ്റേത് സൌകര്യങ്ങളാണ് ഈ നാട് ആവശ്യപ്പെടുന്നത് ചിത്രയ്ക്ക്, അതെല്ലാം നൽകാൻ സംസ്ഥാന സർക്കാർ ഉണ്ടാവും, സ്പോർട്സ് കൌൺസിൽ ഉണ്ടാവും, ഈ നാട് ഒന്നാകെ ഉണ്ടാകും. ഗവൺമെന്റ് എല്ലാ പിന്തുണയും ചിത്രയ്ക്ക് അറിയിക്കാൻ വേണ്ടിയാണ് ഞാനിവിടെ എത്തിച്ചേർന്നത്. സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് ഉണ്ട്, സ്പോർട്സ് വകുപ്പിന്റെ ഡയറക്ടർ ശ്രീ സഞ്ജയൻ കുമാർ IFS എന്നോടൊപ്പം വന്നിട്ടുണ്ട്. CPIMന്റെ ജില്ലാ സെക്രട്ടറി സഖാവ് CK രാജേന്ദ്രനുണ്ട്. ഈ നാട്ടിലെ മറ്റെല്ലാ സുഹൃത്തുക്കളും ഈ വീട്ടുമുറ്റത്ത്, ഈ കൊച്ചുമുറ്റത്തെത്തിയതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. നീതിക്ക് വേണ്ടിയുള്ള ചിത്രയുടെ
ഈ പോരാട്ടത്തിനൊപ്പവും ശ്രീ സജിന്റെ പോരാട്ടത്തിനൊപ്പവും അതോടൊപ്പം ചിത്രയുടെ ഭാവി വളർച്ചയ്ക്കും നിങ്ങളെല്ലാവരുടെയും പിന്തുണയുണ്ടാകണം എന്നുകൂടി വിനയപൂർവ്വം ഞാൻ അഭ്യർത്ഥിക്കുന്നു.